കാനഡയിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. വീണ്ടും മാർക്ക് കാർണി തന്നെ അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം. ആകെയുള്ള 343 സീറ്റുകളിൽ 172 സീറ്റുകളാണ് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ബി.കെ. സുഹൈൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, കാനഡയിൽ നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ് ഇത്തവണ കൂടുതൽ ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ തീരുവ യുദ്ധമുണ്ട്. ഒപ്പം തന്നെ കാനഡയെ 51ാമത്തെ സ്റ്റേറ്റാക്കി മാറ്റുമെന്ന ട്രംപിന്റെ പ്രസ്താവനയുണ്ട്. ഇതിനിടയിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ലിബറൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിൻ ട്രൂഡോയുടെ ജനസമ്മതി ഇടിഞ്ഞതിനെ തുടർന്നാണ് കാർണി രംഗത്തെത്തിയത്. സ്വാഭാവികമായും കാർണിക്ക് ഒരു ജനസമ്മതി കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. എന്തായാലും ലിബറൽ പാർട്ടിക്ക് അനുകൂലമാകും തെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. എത്ര സമയത്തോടുകൂടെ നമുക്ക് ഫലപ്രഖ്യാപനം ഏതാണ്ട് പ്രതീക്ഷിക്കാം സുഹൈൽ? കാനഡയിലെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് 2 മണിക്കൂർ മുമ്പാണ് അവസാനിച്ചത്. ഇപ്പോൾ എല്ലായിടത്തും വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വരുന്നു. ഒപ്പം മാധ്യമങ്ങളുടെ പ്രൊജക്ഷനും വരുന്നു. ഈ പ്രൊജക്ഷനിലെല്ലാം തന്നെ ലിബറൽ പാർട്ടിക്കാണ് മുൻതൂക്കം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒറ്റയ്ക്ക് ലിബറൽ പാർട്ടി ഭൂരിപക്ഷം നേടുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് വിവിധ മാധ്യമങ്ങളിൽ വ്യത്യാസങ്ങളുള്ളത്. അങ്ങനെയാണ് എങ്കിൽ മാർക്ക് കാർണി വീണ്ടും പ്രധാനമന്ത്രിയായി തുടരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പോഴത്തെ വോട്ടെണ്ണലിൻ്റെ ഒരു സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ 122 സീറ്റുകളിലാണ് ഇപ്പോൾ ലിബറൽ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നത്. 172 സീറ്റുകൾ വേണം ജയിക്കാൻ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സീറ്റുകളുടെ പിന്തുണ തീർച്ചയായും ലിബറൽ പാർട്ടിക്ക് വേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഒക്ടോബർ വരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സമയമുണ്ടായിരുന്നു മാർക്ക് കാർണിക്ക്. പക്ഷേ നേരത്തെയാക്കി. അതൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ മാർക്ക് കാർണിയുടെ പാർട്ടി, അതായത് ലിബറൽ പാർട്ടി, തോറ്റുപോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന ഒരു അഭിപ്രായ സർവേകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്കയുമായി മുഖാമുഖം നിൽക്കുന്നത് മാർക്ക് കാർണിയാണ്. നേരത്തെ ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നു. അതായത് കാനഡയെ 51ാമത്തെ യുഎസിൻ്റെ സംസ്ഥാനമാക്കി മാറ്റും എന്ന ട്രംപിൻ്റെ ഒരു ഭീഷണി. അതോടൊപ്പം തന്നെ തീരുവായുദ്ധത്തിൽ കാനഡയ്ക്കെതിരെ ട്രംപിൻ്റെ പടയൊരുക്കം. ഇത് രണ്ടിനെയും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്, പാർട്ടിയാണ് ലിബറൽ പാർട്ടി എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു. അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് നിലവിലെ പ്രൊജക്ഷനും അതേപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. പക്ഷേ അതും തെറ്റാനുള്ള സാധ്യതയുമുണ്ട്. ഇനിയും വോട്ട് എണ്ണൽ പുരോഗമിക്കുകയാണ്. കുറച്ച് സമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ആരായിരിക്കും കാനഡ നയിക്കേണ്ടതെന്ന്, പ്രത്യേകിച്ചും മലയാളികൾക്ക് കൂടി ഏറെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് കാനഡ. കാരണം നിരവധി പേർ കാനഡയിൽ കുടിയേറ്റക്കാരായി എത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് വിദ്യാർത്ഥികളടക്കം കാനഡയിലേക്ക് പോകാനിരിക്കുന്നു. അവരുടെ ജീവിതത്തെ പോലും നിർണ്ണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. കാരണം അവിടെ കുടിയേറ്റം പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണിപ്പോൾ. അവിടെ സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട്. ജീവിത ചെലവ് കുത്തനെ ഉയരുന്ന സാഹചര്യമുണ്ട്. കുടിയേറ്റം, അനധികൃതമായ കുടിയേറ്റവും അതേപോലെ തന്നെ കുടിയേറ്റക്കാർക്ക് കൂടുതൽ സാഹചര്യങ്ങൾ ഒരുക്കുകയും അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്ത സർക്കാരിൻ്റെ നയങ്ങളാണ് ഇതിനെല്ലാം പിന്നിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെങ്കിലും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കാനഡയിലേക്ക് പറക്കാനിരിക്കുന്ന നിരവധി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അടക്കം പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. കുറച്ച് സമയം കൂടി അതിൻ്റെ ഫലത്തിനായി കാത്തിരിക്കാം. സുഹൈൽ, എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടെ കാത്തിരിക്കാം. ലിബറൽ പാർട്ടി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. പക്ഷേ ലിബറൽ പാർട്ടിക്ക് തനിച്ച് അധികാരം പിടിക്കാനുള്ള 172 സീറ്റുകൾ കിട്ടുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്.